أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങളെ മാറ്റിത്തരട്ടെ. വിഷമങ്ങൾ പ്രയാസങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉകളിൽപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ 19ാമത്തെ ഇസ്മാണ് ഫത്താഹ് എന്നുള്ള ഇസ്മ. ഫത്താഹ് എന്ന അത്ഭുതകരമായ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വഹുവൽ ഫത്താഹുൽ അലീം. അള്ളാഹു ഫത്താഹാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. അല്ലാഹുവിന്റെ നസ്റും ഫതഹും വിജയവും വന്നു കഴിഞ്ഞാൽ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. നബി, അങ്ങക്ക് നാം വളരെ വ്യക്തമായ വിജയം ഇതാ നൽകിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫതഹ് എന്നർത്ഥം വരുന്ന സൂറത്തുകൾ, ആയത്തുകൾ, വാക്യങ്ങൾ, വചനങ്ങൾ, ഇസ്മുകളൊക്കെ നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ ധാരാളം കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് ഫത്താഹ് എന്നുള്ള ഇസ്മിന്റെ അർത്ഥം വരുന്നത്? ഫത്താഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം നൽകുന്നവൻ എന്നാണ്. വിജയം നൽകുന്നവനായ അല്ലാഹ്. യാ ഫത്താഹു യാ അല്ലാഹ്, വിജയം നൽകുന്നവനായ അല്ലാഹുവേ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. 489 ഇതിന്റെ അദദ് വരുന്നത്. ഫത്താഹ് എന്നുള്ള ഇസ്മിൽ ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും. മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ. ഒരു കച്ചവടം തുടങ്ങി പാതി വഴിയിൽ മുടങ്ങി, ഒരു കമ്പനി തുടങ്ങി പാതി വഴിയിൽ മുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് തുടങ്ങി പാതി വഴിയിൽ മുടങ്ങി, ഏതെങ്കിലും ഒരു സംരംഭങ്ങൾ തുടങ്ങി പാതി വഴിയിൽ മുടങ്ങിപ്പോയ സംരംഭങ്ങളെ റീസ്റ്റാർട്ട് ചെയ്യാനും അതിന് വിജയത്തിലേക്ക് എത്തിക്കാനും ഫത്താഹ് എന്നുള്ള ഇസ്മിൽ പരിഹാരമുണ്ട്. അതുപോലെ കുട്ടികളുടെ പഠനം, കുട്ടികളുടെ മത്സരം, കുട്ടികളുടെ പരീക്ഷകൾ, കുട്ടികൾക്ക് വിജയം ലഭിക്കാനൊക്കെ ഫത്താഹ് എന്നുള്ള ഇസ്മിൽ പരിഹാരമുണ്ട്. അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ, കച്ചവടം നന്നായിട്ടുണ്ടാകാൻ, നല്ല ജോലി ലഭിക്കാൻ, വിസ ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം ആവശ്യങ്ങൾക്ക് ഫത്താഹ് എന്നുള്ള ഇസ്മി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഹൃദയം ശുദ്ധീകരിക്കപ്പെടാനൊക്കെ ഫത്താഹ് എന്നുള്ള ഇസ്മിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ധാരാളം അമലുകൾ, പതിവ് പോലെ ഏതാനും ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് ഫത്താഹ് എന്നുള്ള ഇസ്മിന്റെ കളമടക്കിയിട്ട് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള ഒരു കളം എഴുതേണ്ടുന്ന തർത്തീബ്. ആദ്യം അലിഫ് ലാം, അൽ ഫത്താഹ് എന്നതിൻ്റെ അൽ എന്നതാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടാമതായി നമ്മൾ എഴുതേണ്ടത് 32, പിന്നെ 33, പിന്നെ 34, പിന്നെ 5, പിന്നെ 6, പിന്നെ 7, പിന്നെ ഹാ ആണ് എഴുതേണ്ടത്. അതിനുശേഷം 399, 400, അതിനുശേഷം താ എഴുതുക, അതിനുശേഷം 402 എഴുതുക, അതിനുശേഷം 79 എഴുതുക, പിന്നെ ഫാ എഴുതുക, അതിനുശേഷം 81 എഴുതുക, അതിനുശേഷം 82 എഴുതുക. ഈ രൂപത്തിൽ കളമടക്കുക. കളമടക്കേണ്ടത് ഞായറാഴ്ച ദിവസത്തിലെ 2ാം സാഴത്തിലാണ്, സുഹറത്തിന്റെ സാഴത്തിലാണ്. അതായത് സൂര്യൻ ഉദിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ കളമടക്കിയിട്ട് അതിൻ്റെ ചുറ്റുഭാഗം 51 തവണ വാവ് എന്ന് എഴുതുക. വാവ് 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 എന്ന ഹർഫ് 51 തവണ എഴുതുക. അതിനുശേഷം അതിൻ്റെ ചുറ്റും 21 തവണ ഫത്താഹ് എന്നുള്ള ഇസ്മം എഴുതുക. ഇങ്ങനെ നമ്മൾ ചെയ്തതിൻ്റെ ശേഷം ഇതൊരു പേപ്പറിൽ ചെയ്തിട്ട് ആ പേപ്പർ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തുന്നിപ്പിടിപ്പിക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേപ്പറാണെങ്കിൽ പോക്കറ്റിലോ മറ്റോ നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മത്സരത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്, അത് പരീക്ഷയാവട്ടെ, മറ്റുള്ള കായിക മത്സരങ്ങളാകട്ടെ, മറ്റുള്ള ഏത് മത്സരമാകട്ടെ, ആ മത്സരത്തിൽ വിജയം കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ചെമ്പിൻ്റെ തകിടിൽ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കടയിൽ കച്ചവടം ഉണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ ചെമ്പിൻ്റെ തകിടിൽ ഇങ്ങനെ ചെയ്ത് പണം സൂക്ഷിക്കുന്ന അലമാരയിലോ പണം സൂക്ഷിക്കുന്ന പേഴ്സിലോ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ ചെയ്യാനും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അമൽ എന്നുള്ളത് സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടി യാ ലത്തീഫു യാ ഫത്താഹ്
എന്ന് ദിക്ർ, 2 ഇസ്മുകൾ ചേർത്തിയിട്ട് യാ ലത്തീഫ് യാ ഫത്താഹ്, യാ ലത്തീഫ് യാ ഫത്താഹ് എല്ലാ നിസ്കാര ശേഷവും, ഫർദ് നിസ്കാര ശേഷവും 129 തവണ നമ്മൾ ചൊല്ലി വരിക എന്നുള്ളതാണ്. അതോടൊപ്പം ഫത്താഹ് എന്നുള്ള ഇസ്മിന്റെ സുലാസി കളം നമ്മൾ പോക്കറ്റിലോ അല്ലെങ്കിൽ വാഹനത്തിലോ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്താൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. സാമ്പത്തികമായ ഐശ്വര്യം കൊണ്ട്, അഭിവൃദ്ധി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കടങ്ങൾ മാറിക്കിട്ടും, ദാരിദ്ര്യം മാറിക്കിട്ടും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമല് വിസ ശരിയാകാൻ വേണ്ടിയിട്ട് ഫത്താഹ് എന്നുള്ള ഇസ്മിന്റെ ഒരു അമല് നമ്മൾ പരിചയപ്പെടുകയാണ്. മുട്ടറക്കിയതിൻ്റെ ശേഷം, മുട്ടറക്കുക എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. തടസ്സങ്ങൾ നീക്കിയതിൻ്റെ ശേഷം ഈ ഇസ്മിൻ്റെയും അതുപോലെ ആവശ്യക്കാരൻ്റെയും പേരിൻ്റെ അതതുകൾ കൂട്ടിയിട്ട് നമ്മൾ കളമടക്കുക എന്നുള്ളതാണ്. ചെമ്പിൻ്റെ തകിടിലും കളമടക്കണം, അതുപോലെ പേപ്പറിലും കളമടക്കണം. അങ്ങനെ കളമടക്കിയതിൻ്റെ ശേഷം പേപ്പറിൽ 489 തവണ യാ ഫത്താഹു യാ അല്ലാ എന്നുള്ള ഇസ്മ ചൊല്ലിയിട്ട് മന്ത്രിക്കുക. എന്നിട്ടത് നമ്മൾ ഏലസായി കെട്ടുകയും കളമടക്കിയ ചെമ്പിൻ്റെ തകിടിൽ 41 തവണ സൂറത്ത് യാസീൻ ഓതിയിട്ട് മന്ത്രിച്ച് അടുപ്പിൽ വെച്ച് ചൂടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിസ ശരിയാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് തെറ്റിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ. സ്വയംഭോഗം ചെയ്യുന്ന തെറ്റ്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്ന തെറ്റ്, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന തെറ്റ്, ഇങ്ങനെ തുടങ്ങിയ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല എന്ന് പറയുന്നവരില്ലേ. ഇൻഷാ അല്ലാഹ് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അത്ഭുതകരമായ ഒരു അമൽ നമ്മൾ പഠിക്കുകയാണ്. തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ശേഷം വലത് കൈപ്പത്തി നെഞ്ചിൽ വെച്ചിട്ട് 100 തവണ യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന് ചൊല്ലി വരുന്ന പതിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഏതൊരു തെറ്റിൽ നിന്നാണോ നമുക്ക് മോചനം ലഭിക്കേണ്ടത്, ഏത് തെറ്റിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ അമൽ ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിൽ നിന്ന് നമുക്ക് മോചനം നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അഞ്ചാമത്തെ ഒരു അമൽ എന്നുള്ളത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, നല്ല മനസ്സിൻ്റെ ഉടമകളാകാൻ, അസൂയയില്ല, കുശുമ്പില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല, പിണക്കമില്ല, നല്ല ശുദ്ധിയുള്ള ഹൃദയമാകാൻ, തെറ്റുകൾ ചിന്തിക്കുന്നില്ല, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനൊക്കെ കഴിയുന്ന രൂപത്തിൽ നല്ല തെളിഞ്ഞ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം 2 കൈയും തലയിൽ വെച്ച് 70 തവണ യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്നുള്ള ഇസ്മ നമ്മൾ ചൊല്ലി വരുന്നൊരു പതിവ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപക്കറകളിൽ നിന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ പരിചയപ്പെടുത്തുകയാണ്. ഫത്താഹ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നല്ല ഈമാനോടെ ചെയ്യുകയും നല്ല തവക്കുലോടെ ചെയ്യുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.